നമസ്കാരം. നിങ്ങളുടെ സാമ്പത്തിക ഭാവി ശരിക്കും സുരക്ഷിതമാക്കണോ? എങ്കിൽ പിന്നെ നിക്ഷേപം എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കിന്ന് കുറച്ച് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കയ്യിൽ കുറെ പണമുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരായി എന്ന് പറയാൻ പറ്റുമോ? നമ്മളിൽ പലരും അങ്ങനെയാണ് കരുതുന്നത്, അല്ലേ? പക്ഷേ സത്യം അതായിരിക്കുമോ? ഈ വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പണമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇന്ന് വരും, നാളെ പോകും. പക്ഷെ യഥാർത്ഥ സമ്പത്ത് അങ്ങനെയല്ല. അത് വളർന്നുകൊണ്ടേയിരിക്കും, തലമുറകളോളം നിലനിൽക്കും. അപ്പോ അതെങ്ങനെ നേടിയെടുക്കാം? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമ്മൾ ഈ യാത്രയിൽ 5 പ്രധാന കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥ സമ്പത്ത്, പണം വളർത്താനുള്ള വഴികൾ, ലക്ഷ്യങ്ങൾ എങ്ങനെ വേഗത്തിൽ നേടാം, പിന്നെ പണപ്പെരുപ്പത്തെ എങ്ങനെ തോൽപ്പിക്കാം, അവസാനം ഒരു നിക്ഷേപകന് വേണ്ട ചിന്താഗതി. നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പോയിന്റ്, എന്താണ് ഈ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിനും അപ്പുറം എന്താണത്? നോക്കൂ, സമ്പത്ത് ഉണ്ടാക്കുക എന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു മാജിക് അല്ല. അതിന് ക്ഷമ വേണം, കൃത്യമായ പ്ലാനിംഗ് വേണം. അതായത് നിങ്ങളുടെ പണം നിങ്ങൾക്കായി പണിയെടുക്കുന്ന ഒരു ദീർഘകാല പ്രോസസ്സാണിത്. ലോട്ടറി അടിച്ച പലരുടെയും കാര്യം കേട്ടിട്ടില്ലേ? കോടികൾ കിട്ടിയിട്ടും കുറച്ചു വർഷങ്ങൾ കൊണ്ട് പഴയതിലും കഷ്ടത്തിലാവും. എന്തുകൊണ്ടാ? ശരിയായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഈ ഒരു ആശയം വളരെ പവർഫുള്ളാണ്. നമ്മൾ സമ്പത്തിനെ വെറും പണമായിട്ടല്ല, ഒരു പാരമ്പര്യമായി, ഒരു ലെഗസിയായി കാണണം. വരും തലമുറകൾക്ക് പോലും ഗുണം ചെയ്യുന്ന ഒന്ന്. അതുകൊണ്ടാണ് നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച ജംഷഡ്ജി ടാറ്റയെ പോലുള്ളവരെ ഓർക്കുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകാം. പണം വളർത്താൻ പ്രധാനമായും 2 വഴികളുണ്ട്. എന്തൊക്കെയാണവ എന്ന് നോക്കാം. ആക്റ്റീവ് വരുമാനവും പാസീവ് വരുമാനവും. നമ്മളിൽ മിക്കവർക്കും പരിചയമുള്ളത് ആക്റ്റീവ് ഇൻകമാണ്. അതായത് നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ സമയം കൊടുത്തുണ്ടാക്കുന്ന ശമ്പളം. പക്ഷേ യഥാർത്ഥ സമ്പത്തിലേക്കുള്ള വഴി പാസീവ് ഇൻകമാണ്. എന്താണത്? നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ, ചിലപ്പോൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ പണം നിങ്ങൾക്കായി കൂടുതൽ പണമുണ്ടാക്കുന്ന ഒരു സിസ്റ്റം. അതാണ് പാസീവ് ഇൻകം. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് എന്ന് പറയുന്നത്. സംഗതി സിമ്പിളാണ്. നിങ്ങൾ പണം നിക്ഷേപിക്കുന്നു, അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നു, അടുത്ത സ്റ്റെപ്പിൽ ആ വരുമാനം കൂടി നിങ്ങൾ വീണ്ടും നിക്ഷേപിക്കുന്നു. അപ്പൊ പിന്നെ ആകെത്തുക വലുതായി അതിന്മേലും വരുമാനം കിട്ടും. അങ്ങനെ പലിശയ്ക്ക് പലിശ കിട്ടി നമ്മുടെ പണം ഒരു സ്നോബോൾ പോലെ ഉരുണ്ടു വലുതാകുന്നത് കാണാം. നിക്ഷേപം എന്നു പറയുന്നത് വെറുതെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. അത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിലെത്താനുള്ള ഒരു സൂപ്പർ ടൂൾ കൂടിയാണ്. നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുത്തു നോക്കാം, അല്ലേ? നിങ്ങളുടെ ലക്ഷ്യം 3 ലക്ഷം രൂപ സമ്പാദിക്കുക എന്നതാണ്. അതിനുള്ള സമയം 3 വർഷവും. ഈ ചാർട്ട് നോക്കൂ. നിങ്ങൾ വെറുതെ പണം സേവ് ചെയ്യുകയാണെങ്കിൽ കൃത്യം 3 വർഷം തന്നെ എടുക്കും. പക്ഷെ നിങ്ങൾ ആ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ, നിങ്ങളുടെ പണം കൂടി നിങ്ങൾക്കൊപ്പം പണിയെടുക്കും. അപ്പോൾ സ്വാഭാവികമായും 3 വർഷത്തിനു മുൻപേ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. അതാണ് വ്യത്യാസം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ സമ്പാദ്യത്തെ പതുക്കെ പതുക്കെ കാർന്നു തിന്നുന്ന ഒരു നിശബ്ദനായ കള്ളൻ. അതാണ് പണപ്പെരുപ്പം, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, സാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ വില കുറയുന്ന അവസ്ഥയാണ് ഇൻഫ്ലേഷൻ. അതായത് ഇന്നത്തെ 100 രൂപക്ക് നാളെ അത്രയും മൂല്യമുണ്ടാവില്ല. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഇന്ന് നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി. നമുക്കറിയാം, ഇന്ത്യയിൽ ഏകദേശം ഒരു 6-7% ശരാശരി വാർഷിക പണപ്പെരുപ്പം. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഇങ്ങനെയാവും. കഴിഞ്ഞ വർഷം നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിയ അതേ സാധനങ്ങൾക്ക് ഇന്ന് 107 രൂപ കൊടുക്കണം. അതായത് നിങ്ങളുടെ 100 രൂപയുടെ വാങ്ങൽ ശേഷി 7% കുറഞ്ഞു. അപ്പോ ഇതിനെ എങ്ങനെ മറികടക്കും? ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളുടെ പണം പണപ്പെരുപ്പത്തിന്റെ നിരക്കിനേക്കാൾ വേഗത്തിൽ വളരണം. ബാങ്കിൽ വെറുതെ ഇട്ടാൽ ഇത് നടക്കില്ല. കാരണം ബാങ്ക് തരുന്ന പലിശയേക്കാൾ എത്രയോ കൂടുതലാണ് ഇൻഫ്ലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ശരി, ഇതെല്ലാം കേട്ടു. ഇനി നമുക്ക് വേണ്ടതെന്താണ്? ഒരു നിക്ഷേപകന്റെ ശരിയായ മൈൻഡ് സെറ്റ്. അവസരങ്ങളെക്കുറിച്ചും പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും എങ്ങനെ ചിന്തിക്കണമെന്ന് നോക്കാം. ഇവിടെ 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ച് വിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ വാങ്ങാനുള്ള ഒരു സുവർണ അവസരമായി അതിനെ കാണുക. 2,
ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ വലിയ ലക്ഷ്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് നമ്മളെ ഒരുപാട് സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവാക്കും. എല്ലാം ഒത്തുവന്നിട്ട് തുടങ്ങാം എന്ന് വിചാരിക്കരുത്. കയ്യിലുള്ള ചെറിയ തുക വെച്ച് ഇന്ന് തന്നെ തുടങ്ങാം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോ ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ പണം നിങ്ങൾക്കായി പണിയെടുക്കുന്നുണ്ടോ, അതോ വെറുതെ ഇരുന്ന് അതിന്റെ മൂല്യം കളയുകയാണോ? ചിന്തിക്കുക.